കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കമ്പനിക്ക് വീഴ്ച പറ്റിയെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. മണ്ണ് പരിശോധന നടത്തിയില്ലെന്നും ഡിസൈനിൽ വൻ തകരാറെന്നും കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ കണ്ടെത്തൽ. ഇടിഞ്ഞ ഭാഗത്തെ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കാനും ശുപാർശ. കൂരിയാട് പാതയുടെ സംരക്ഷണ ഭിത്തി ഇന്ന് വീണ്ടും തകർന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കനത്ത കാറ്റിലും മഴയിലും വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. ഇടുക്കി ചൊക്രമുടിയിലെ അനധികൃത തടയണ നികത്തണമെന്ന കളക്ടറുടെ ഉത്തരവ് ഇതുവരെ നടപ്പായില്ല. മഴ ശക്തമായതോടെ ഉരുൾപൊട്ടലാശങ്കയിൽ പ്രദേശവാസികൾ. BJP വക്താവെന്ന വിമർശനത്തിന് മറുപടിയുമായി ശശി തരൂർ MP. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും തനിക്ക് മറ്റ് ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും തരൂരിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രതിനിധി സംഘത്തിൽ പോയവർ ഇന്ത്യക്കെതിരെ സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് കിരൺ റിജിജു. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസ് അന്വേഷിക്കാൻ ഇഡിയും ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് അന്വേഷണ ചുമതല. നാളെ ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പരാതിക്കാരൻ അനീഷ് ബാബുവിന് നോട്ടീസ്. അനീഷ് ബാബുവിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. UDF പ്രവേശനത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തുടർ നടപടികൾ ആലോചിച്ച് PV അൻവർ. വൈകിട്ട് മഞ്ചേരിയിൽ യോഗം. മുന്നണിയിലെടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നീക്കം. ഇടത് സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫ് നിർത്തിവെക്കാൻ ഉത്തരവിട്ട് അമേരിക്കൻ ഫെഡറൽ കോടതി. ഏകപക്ഷീയമായി താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടി അധികാര ദുർവിനിയോഗം. മറ്റ് രാജ്യങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം US കോൺഗ്രസിനെന്നും കോടതി. ട്രംപ് സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ വിഭാഗത്തിലെ പദവി ഒഴിഞ്ഞ എലോൺ മസ്ക്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്പനികൾക്കുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംരക്ഷണ ഭിത്തി അടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധനയടക്കം ഫലപ്രദമായി നടത്തിയില്ല. നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിർമ്മാണ കമ്പനി അടക്കമുള്ള ഏജൻസികൾക്ക് വൻ വീഴ്ചയുണ്ടായി എന്നും റിപ്പോർട്ടിലുണ്ട്. കൂരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടന്നില്ലെന്നും ഡിസൈനിൽ വൻ തകരാറുണ്ടെന്നും വിദഗ്ധ സമിതി കണ്ടെത്തി. മലപ്പുറം കൂരിയാട് ദേശീയപാത വീണ്ടും പൊളിഞ്ഞു. പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചു. നേരത്തെ അപകടമുണ്ടായതിന് സമീപത്താണ് റോഡ് തകർന്നത്. ദേശീയപാതയുടെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് പൊളിഞ്ഞത്. കനത്ത മഴയ്ക്കിടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ സമീപത്തെ വയലുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ കാസർഗോഡ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തുന്ന മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റീജിയണൽ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. വയനാട് ജില്ലയിൽ നിന്നും പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ കരാർ കമ്പനി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മാർച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുണ്ട്. കനത്ത കാറ്റിലും മഴയിലും വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആതിര രാധാകൃഷ്ണനും വർഷ ഗിരീഷും ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആതിര, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകുന്നു. ഒപ്പോൾ കാലവർഷവും മൺസൂണും വളരെ ശക്തമായ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് മഴ ലഭിക്കുകയാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്?
സ്വപ്ന, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതിന് പിന്നാലെ ഇന്നും നാളെയും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് സംസ്ഥാനത്ത് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നു. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മത്സ്യത്തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയോ മഴയ്ക്കുമുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം മലയോര മേഖലയിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പത്തനംതിട്ടയിലെ മണിമലയാറിൽ ഓറഞ്ച് അലേർട്ടും മീനച്ചിൽ, കോരപ്പുഴ, അച്ചൻകോവിൽ, കബനി നദികളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. ഈ നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രളയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മാറി താമസിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം ഇന്ന് 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയും വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്വപ്ന, വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി വർഷ കൂടി ചേരുകയാണ്. വർഷ, വടക്കൻ കേരളത്തിൽ കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഉണ്ട്. മലയോര മേഖലയിലും ഒപ്പം തീരപ്രദേശത്തും വളരെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നു. കടലാക്രമണം തുടരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ. സ്വപ്ന, വടക്കൻ ജില്ലകളെ സംബന്ധിച്ച് ഇപ്പോൾ മഴയേക്കാൾ കൂടുതലേറെ ആശങ്കയായിരിക്കുന്നത് കാറ്റാണ് എന്നുള്ളതാണ്. രാവിലോട് കൂടിയാണ് കണ്ണൂർ, വലിയന്നൂരിൽ ഈ ശക്തമായ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണത്. വീടിന് മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണത്. അതോടൊപ്പം തന്നെ ഈ ഒരു ലോട്ടറി കടയ്ക്ക് മുകളിലേക്കും മരം കടപുഴകി വീണിരുന്നു. അതായത് അവിടുത്തെ ലോട്ടറി കച്ചവടക്കാരന് പരിക്കേൽക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ വടക്കൻ കേരളത്തിൽ ശക്തമായ കാറ്റാണ് പ്രതിസന്ധിയാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരും മണിക്കൂറുകളിലും വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ അതുപോലെ തീരദേശ മേഖലയിലുള്ളവരെല്ലാം തന്നെ വലിയ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു കാര്യമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലും അതേപോലെ തീരദേശ മേഖലയിലുള്ളവരെല്ലാം ഈ ജാഗ്രതാ നിർദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ട് മാറി താമസിപ്പിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. ഈ 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലുമായി 141 പേരുണ്ട്. അതേപോലെ വിലങ്ങാട്, ഈ 4 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 2 എണ്ണം വിലങ്ങാടുള്ളതാണ്. അവിടെ 50ഓളം പേരാണ് നിലവിലുള്ളത്. അവിടെയെല്ലാം മഴ ശക്തമായി തന്നെ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തവണ വലിയ ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖലയാണ് വിലങ്ങാട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ അവിടെ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് ശക്തമായ കാറ്റിൽ അല്പം മുമ്പാണ് മൊകവൂരിൽ ബൈപ്പാസിൽ ഒരു കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിക്കുകയുണ്ടായി. ഇപ്പോഴും അത് ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല നാശനഷ്ടങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും മഴയും കാറ്റും ശക്തമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. കാലവർഷം കലിതുള്ളി പെയ്യുകയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കുക. ആലപ്പുഴ കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ മാവേലി സ്റ്റോർ വെള്ളത്തിൽ മുങ്ങി. സാധനങ്ങൾ ഭാഗികമായി നശിച്ചു. അരിയും സാധനങ്ങളും തട്ടിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള കൃഷിഭവൻ, മൃഗാശുപത്രികളിലും ഇന്ന് പെയ്ത കനത്ത മഴയിൽ വെള്ളം കയറി. കാലവർഷം ശക്തമായതോടെ വലിയ ആശങ്കയിലാണ് ഇടുക്കി ചൊക്രമുടി നിവാസികളും ആദിവാസി സമൂഹവും. ചൊക്രമുടിയിലെ അനധികൃത തടയണ 15 ദിവസത്തിനകം നികത്തണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല. മഴ ശക്തമായതോടെ തടയണയിൽ വെള്ളം കെട്ടിനിന്ന് ഉരുൾപൊട്ടലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇടുക്കി ബൈസൺ വാലി വില്ലേജിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചൊക്രമുടി മലനിരയിൽ അനധികൃതമായി നിർമ്മിച്ച തടയണയ്ക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തടയണയുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ചൊക്രമുടിയിലെ തടയണ അപകട ഭീഷണി ഉയർത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ നവംബർ 17-നാണ് ജില്ലാ കളക്ടർ ബൈസൺ വാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ വിദഗ്ധ സമിതി നടത്തിയ സംയുക്ത പരിശോധനയിൽ തടയണ മൂടേണ്ടതില്ലെന്നും മറ്റൊരു ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് കുളം മൂടുന്നത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ട് നൽകി. 45 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശത്ത് 17 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും നിർമ്മിച്ചിട്ടുള്ള തടയണയുടെ മൺവരമ്പ് 4 മീറ്റർ പൊട്ടിച്ചു നീക്കിയാൽ മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരക്കഷ്ണങ്ങളും തങ്ങി നിന്ന് വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന തടയണയും അതുപോലെ തന്നെ ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന റോഡും പൊളിച്ചു മാറ്റണമെന്ന് കളക്ടർ ഉത്തരവിട്ടിട്ട് ഇന്നേക്ക് ഏതാണ്ട് 3 മാസത്തോളം പിന്നിട്ടിരിക്കുകയാണ്.
ഇതുവരെയായിട്ടും യാതൊരുവിധ നടപടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അതിനു വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുകയോ ആ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കോ പോവുകയോ ചെയ്തിട്ടില്ല. കാലവർഷം ശക്തമായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. എത്രയും വേഗം തടയണയുടെ മൺവരമ്പുകൾ പൂർണ്ണമായി പൊളിച്ചുമാറ്റി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. ഉരുൾപൊട്ടൽ ദുരിതബാധിതരോട് സർക്കാർ കാണിക്കുന്നത് അവഗണനയെന്നാരോപിച്ച് കോഴിക്കോട് വിലങ്ങാട് BJPയും കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. അതേസമയം അധികാരികളുമായി ചർച്ച നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ഉപരോധം തുടരാനാണ് ദുരിതബാധിതരുടെ തീരുമാനം. പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ വിലങ്ങാട് വില്ലേജ് ഓഫീസ് അടഞ്ഞുകിടക്കുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് 1 വർഷമാകാറാകുമ്പോഴും പുനരധിവാസം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ദുരിതബാധിതർ രംഗത്തെത്തിയത്. ഇവർക്ക് പിന്തുണയുമായി BJPയും കോൺഗ്രസും പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. സർക്കാർ പ്രഖ്യാപനങ്ങൾ വൈകുന്നു, ദുരിതബാധിതർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു, സർക്കാർ പുറത്തിറക്കിയ ലിസ്റ്റിൽ ദുരിതബാധിതരുടെ പേരില്ല തുടങ്ങിയവ ആരോപിച്ചാണ് ഇരു പാർട്ടികളും ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വിഷയം ചൂണ്ടിക്കാണിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല പ്രതിഷേധം ആരംഭിച്ചിരുന്നു. എന്നാൽ ഉപരോധത്തിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വില്ലേജ് ഓഫീസിന്റെ ഗ്രിൽ ഇളക്കി മാറ്റി അകത്ത് കടക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. തുടർന്ന് നാദാപുരം DYSPയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇന്നലെ സമരം അവസാനിപ്പിച്ചത്. ദുരിതബാധിതരോടൊപ്പം വില്ലേജ് ഓഫീസ് ഉപരോധിച്ച BJP കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വളയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ശശി തരൂർ MP രംഗത്ത്. തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ തനിക്ക് മറ്റു ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും എക്സിലൂടെ തരൂർ പ്രതികരിച്ചു. താൻ പറഞ്ഞത് തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതികാര നടപടിയെപ്പറ്റി മാത്രമാണ്, അല്ലാതെ മുൻ യുദ്ധങ്ങളെപ്പറ്റിയല്ല എന്ന് തരൂർ പറഞ്ഞു. തന്റെ പരാമർശങ്ങൾക്ക് മുൻപ് സമീപ വർഷങ്ങളിൽ മാത്രം നടന്ന നിരവധി ആക്രമണങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു പരാമർശമുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ പ്രതികരണം നിയന്ത്രണ രേഖയെ ബഹുമാനിച്ചുകൊണ്ടായിരുന്നുവെന്നും തരൂർ മറുപടിയിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശശി തരൂരിനെ അനുകൂലിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ചത്. സർവകക്ഷി സംഘത്തിൽ പെട്ടവരിൽ നിന്ന് കോൺഗ്രസ് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും വിദേശത്ത് പോയി ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കണമെന്നാണോ ഇവർ പറയുന്നതെന്നും കിരൺ റിജിജു എക്സ് പോസ്റ്റിലൂടെ ചോദിച്ചു. ശശി തരൂരിനെതിരായ കോൺഗ്രസ് നിലപാടിനെയും റിജിജു വിമർശിച്ചു. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസ് അന്വേഷിക്കാൻ EDയും രംഗത്ത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തിന്റെ ഭാഗമായി കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവിനെ നാളെ ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, നേരത്തെ വിജിലൻസ് വരെ അന്വേഷിച്ച് ഇപ്പോൾ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കി കേസടക്കം എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ED തന്നെ ഈ കേസ് അന്വേഷിക്കാൻ രംഗത്ത് എത്തിയിരിക്കുന്നു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് ചുമതലയും നൽകിയിരിക്കുന്നു. സ്വപ്ന, ഇതിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസമായി വാർത്ത തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശേഖർ കുമാറിനെതിരെ കേസെടുത്തത് സംബന്ധിച്ച് EDയെ കൂടി വിജിലൻസ് വിവരങ്ങൾ അറിയിച്ചിരുന്നു. സ്വാഭാവികമായും ഏത് സാഹചര്യത്തിലാണ് വിജിലൻസ് കേസ് എടുത്തിരിക്കുന്നത്, വിജിലൻസ് കേസിന്റെ വിവരങ്ങൾ അറിയുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ EDയും സമാന്തരമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ECIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഡൽഹി ടാസ്ക് ഫോഴ്സാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അനീഷ് ബാബുവിനെ നാളെ ഡൽഹിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഈ അന്വേഷണവുമായി അനീഷ് ബാബു സഹകരിക്കണമെന്ന് ഹൈക്കോടതി അനീഷ് ബാബു പരാതിക്കാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ 2 കോടി രൂപ ഈ കശുവണ്ടി ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കുന്നതിന് വേണ്ടി ED കേസിൽ നിന്ന് മാറുന്നതിന് വേണ്ടി ഏജന്റുമാർ മുഖേന ആവശ്യപ്പെട്ടുവെന്നായിരുന്നു. അതിന്റെ ഭാഗമായി വിജിലൻസ് തെളിവുകൾ ശേഖരിച്ചിരുന്നു. 50,000 രൂപ ഉൾപ്പെടെ കൈമാറിയ ചില രേഖകൾ ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 3 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുകേഷ്, ഒപ്പം വിൽസൺ, അതോടൊപ്പം തന്നെ ചാർട്ടേഡ്
അക്കൗണ്ടന്റായ രഞ്ജിത്ത് വാര്യർ. ഇവർക്ക് പിന്നീട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവരിൽ നിന്ന് കുറെ തെളിവുകൾ ലഭിച്ചിരുന്നു. പക്ഷേ ശേഖർ കുമാറിലേക്ക് എത്താൻ കഴിയുന്ന ഡയറക്റ്റായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഉടനടി നോട്ടീസ് നൽകി ശേഖർ കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് വിജിലൻസ് കടന്നിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ED ഇപ്പോൾ ഈ പരാതിക്കാരനെതിരെ അന്വേഷണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പരാതിയുടെ അതിന്റെ പശ്ചാത്തലം അറിയാൻ വേണ്ടിയാണ്. പക്ഷേ ഈ അനീഷ് ബാബു എന്നുള്ള വ്യക്തി നേരത്തെ ടാൻസാനിയയിൽ നിന്ന് കശുവണ്ടി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരാളുമായി 15 കോടിയുടെ ചില തട്ടിപ്പ് നടത്തിയതായി ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഇപ്പോൾ അനീഷ് ബാബുവിനെതിരെ നേരത്തെ തന്നെ പോലീസും ക്രൈംബ്രാഞ്ചും 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ അനീഷ് ബാബുവും ഈ കേസിൽ മുൻപേ പ്രതിയാണ്. ആ കേസ് തന്നെയാണ് ED അന്വേഷിക്കാൻ തുടങ്ങിയതും. ED കേസിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി 2 കോടി രൂപ ഈ ഒരു കൈക്കൂലി ആവശ്യപ്പെട്ടതും. എന്തായാലും അനീഷ് ബാബുവിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. എന്തായാലും അനീഷ് ബാബു നാളെ കോടതി EDക്ക് മുമ്പിൽ ഹാജരാകേണ്ടി വരും. എന്തായാലും EDയിൽ നിന്ന് ED കൂടി ഈ കേസ് അന്വേഷിക്കും. ഒപ്പം തന്നെ വിജിലൻസിന്റെ ശേഖർ കുമാറുമായി ബന്ധപ്പെട്ട തെളിവുകൾ നേരിട്ട് ലഭിച്ചാൽ മാത്രമേ നോട്ടീസ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. ഇത് സമാന്തരമായി ഒരു കേന്ദ്ര ഏജൻസിയും ഒരു സംസ്ഥാന ഏജൻസിയും പരസ്പരം കേസ് അന്വേഷിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മകളുടെ കേസുമായി ബന്ധപ്പെട്ട മറ്റ് വിവാദങ്ങൾ ED അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു കേസ് അന്വേഷണം. തീർച്ചയായും ED വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ കേസ് തന്നെയാണ് ഇത്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴ കേസ് അന്വേഷിക്കാൻ ED തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കേസിന്റെ ഒരു സാഹചര്യം അറിയുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണം. ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. UDF പ്രവേശനത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തുടർ നടപടികൾ ആലോചിച്ച് PV അൻവർ വൈകിട്ട് മഞ്ചേരിയിൽ തൃണമൂൽ കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് യോഗം ചേരും. മുന്നണിയിലെടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നീക്കം. ഇടതു സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. നിലമ്പൂരിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് PV അൻവറും UDF നേതൃത്വവും. UDFിൽ ഘടകകക്ഷിയാക്കണമെന്ന അൻവറിന്റെ ആവശ്യത്തിൽ അസോസിയേറ്റ് അംഗമാക്കാമെന്നും എന്നാൽ അതിൽ തിരക്ക് കൂട്ടേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. പ്രശ്നം പരിഹരിക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ചയ്ക്ക് PV അൻവർ കഴിഞ്ഞ ദിവസം ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതോടെ കടുത്ത തീരുമാനമുണ്ടാകുമെന്ന നിലപാടിലാണ് PV അൻവർ. ഇതിനിടെ അൻവർ തുടരുമെന്ന പ്രഖ്യാപനവുമായി നിലമ്പൂരിൽ പലയിടത്തും തൃണമൂൽ കോൺഗ്രസിന്റെ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. നിലമ്പൂരിൽ അനുകൂല സാഹചര്യം നിലവിലുണ്ടെന്നും അത് നഷ്ടമാകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗവും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വൈകിട്ട് നടക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃയോഗത്തിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് PV അൻവർ. ഇതിനിടയിലും ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണം ഊർജിതമായി നടക്കുന്നു. നാളെ ഇടതു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. അമൃത ന്യൂസ്, മലപ്പുറം. അതേസമയം അൻവറുമായുള്ള ചർച്ച തുടരുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് പോകണമെന്ന് തന്നെയാണ് UDF ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികളെയും എക്കാലവും ഒരുമിപ്പിച്ച് നിർത്തുക എന്നതാണ് UDFന്റെ നയമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. നേതാവ് അടക്കം ആഗ്രഹം അതാണ്. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ സാഹചര്യമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്ന് പ്രഖ്യാപിക്കേണ്ടത് തങ്ങളല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. പ്രചാരണ രംഗത്ത് താനും ഇന്നു മുതൽ സജീവമാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നാളെ പ്രഖ്യാപിക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി ചിഹ്നം ഉണ്ടാകുമോ എന്നത് പ്രഖ്യാപനം വരുമ്പോഴറിയാം. UDFിൽ ഇപ്പോൾ കടുത്ത സങ്കീർണതയെന്നും അൻവർ കാണിച്ചത് യൂദാസിന്റെ പണിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥിയെ OLXൽ തിരയുന്നു എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് സംബന്ധിച്ച് മാങ്കൂട്ടത്തിൽ അസംബന്ധം പറയുന്ന ഒന്നാമത്തെ ആളാണ് എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ സാമ്പത്തിക നയത്തിന് കനത്ത തിരിച്ചടി നൽകി US ഫെഡറൽ കോടതി. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. ഏകപക്ഷീയമായി തോന്നിയതുപോലെ വിവിധ രാജ്യങ്ങൾക്കുമേൽ താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടിയെ അധികാര ദുർവിനിയോഗമെന്നാണ് ഫെഡറൽ കോടതി നിരീക്ഷിച്ചത്. ചുങ്കം ചുമത്താൻ പ്രസിഡന്റിന് ഏകപക്ഷീയമായി അധികാരമില്ല. മറ്റ് രാജ്യങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുന്നതിന് US ഭരണഘടന കോൺഗ്രസിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ടെന്നും സമ്പദ്വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരം ഇതിനെ മറികടക്കുന്നില്ലെന്നും മാൻഹാട്ടൻ ആസ്ഥാനമായുള്ള കോടതി പറഞ്ഞു. എന്തായാലും വിധി വന്ന മിനിറ്റുകൾക്കുള്ളിൽ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അടിയന്തരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടത് തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാരുടെ ഉത്തരവാദിത്വമല്ലെന്നും മറിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന
ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണെന്നും വൈറ്റ് ഹൌസ് വാർത്താവിനിമയ വക്താവ് ഖുഷ് ദേശായി പ്രസ്താവനയിറക്കി. എന്നാൽ ഫെഡറൽ കോടതി വിധിയെ പിന്താങ്ങി ന്യൂയോർക്ക് അറ്റോർണി ജനറൽ അടക്കം 12 സ്റ്റേറ്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. അതിനിടെ ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ എലോൺ മസ്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ ചെലവ് ചുരുക്കൽ വകുപ്പിൽ നിന്ന് പുറത്തേക്ക് എക്സ്പോസ്റ്റിലൂടെയാണ് മസ്ക് തന്റെ തീരുമാനം ലോകത്തെ അറിയിച്ചത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി DOGE എന്ന വിഭാഗത്തിന്റെ തന്റെ കാലാവധി പൂർത്തിയാക്കിയെന്നും പാഴ്ചെലവുകൾ കുറയ്ക്കാൻ അവസരം നൽകിയതിന് ട്രംപിന് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും മസ്ക് അറിയിച്ചു. ട്രംപ് ഭരണകൂടത്തിൽ ഒരു പ്രത്യേക സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള എലോൺ മസ്കിന്റെ 130 ദിവസത്തെ കാലാവധി മെയ് 30 അവസാനിക്കാനിരിക്കുകയായിരുന്നു. ഫെഡറൽ ഗവൺമെന്റിനെ പുനഃസംഘടിപ്പിക്കാനും ചെലവ് ചുരുക്കാനുമുള്ള ഡോഡ്ജിന്റെ ശ്രമങ്ങൾ തുടരുമെന്ന് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ നിയമനിർമ്മാണ അജണ്ടയുടെ പ്രധാന ഘടകമായ ബില്ലിനെ വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മസ്കിന്റെ പിൻവാങ്ങൽ എന്നത് ശ്രദ്ധേയമാണ്. നികുതി ഇളവുകളും മെച്ചപ്പെടുത്തിയ കുടിയേറ്റ നിയമങ്ങളും ഉൾപ്പെടുന്ന ഈ ബിൽ ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും താൻ നേതൃത്വം നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മസ്ക് വാദിച്ചിരുന്നു. ഈ ബില്ലിൽ താൻ നിരാശനാണെന്നും മസ്ക് പ്രസ്താവിച്ചിരുന്നു. ജമ്മുകശ്മീരിൽ 2 ലഷ്കർ ഭീകരർ അറസ്റ്റിൽ. ഷോപ്പിയാനിൽ വെച്ചാണ് സുരക്ഷാ സേന ഇവരെ പിടികൂടിയത്. ഇർഫാൻ ബഷീർ, ഉസൈൻ സലാം എന്നിവരാണ് അറസ്റ്റിലായത്. കശ്മീർ പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും സുരക്ഷാ സേനയും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് ഇവർ പിടിയിലായത്. ഭീകരരുടെ പക്കൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 2 AK-57 റൈഫിളുകൾ, വെടിയുണ്ടകൾ നിറച്ച 4 മാഗസിനുകൾ, 2 ഹാൻഡ് ഗ്രനേഡുകൾ എന്നിവയും കണ്ടെടുത്തു. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഡ്രോൺ പറത്തി. സംഭവത്തിന് പിന്നിൽ കൊറിയൻ യുവതിയെന്നാണ് സംശയം. എമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് കൊറിയൻ ബ്ലോഗറുടെ വിശദാംശങ്ങൾ പോലീസ് തേടിയിട്ടുണ്ട്. ഏപ്രിൽ 10 രാത്രി 10 മണിയോടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഡ്രോൺ പറത്തിയത്. നടൻ ഉണ്ണി മുകുന്ദൻ മാനേജറെ തല്ലിയെന്ന പരാതിയിൽ ഇടപെട്ട് അമ്മയും ഫെഫ്കയും ഇരുവരുമായി ചർച്ച നടത്തി. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് സംഘടനകളുടെ ശ്രമം. നടനിൽ നിന്ന് സിനിമാ സംഘടനകൾ വിശദീകരണം തേടിയേക്കും. നടൻ ഉണ്ണി മുകുന്ദൻ മാനേജർ ബിപിൻ കുമാറിന്റെ കരണത്തടിച്ചെന്ന പരാതിയിൽ ചർച്ച നടത്താനാണ് സിനിമാ സംഘടനകളുടെ നീക്കം. ആരോപണങ്ങളിൽ മാനേജറെ കേൾക്കാനും നടനിൽ നിന്ന് വിശദീകരണം തേടാനും താരസംഘടനയായ അമ്മയും ഫെഫ്കയും തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്നും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് FIR-ൽ പറയുന്നത്. എന്നാൽ പരാതിക്കാരന്റെ കണ്ണട താൻ ഊരിമാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിരുന്നു. വർഷങ്ങളായി സുഹൃത്തിനെ പോലെ കൂടെയുണ്ടായിരുന്ന വ്യക്തി തന്നെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഇദ്ദേഹത്തെ ഔദ്യോഗികമായി തന്റെ മാനേജർ ആക്കിയിട്ടില്ലെന്നും നടൻ ആവർത്തിച്ചു. എന്നാൽ ഉണ്ണി മുകുന്ദൻ തുടരെ അസഭ്യം പറഞ്ഞതായും കുതിറിയോടാൻ ശ്രമിച്ച മാനേജറെ തടഞ്ഞു നിർത്തി വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും FIR-ൽ പറയുന്നു. ഇതിനു മുൻപും ബിബിന്റെ പേരിൽ ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമൃത ന്യൂസ്, കൊച്ചി. തനിക്കെതിരായ സംഘപരിവാർ ആക്രമണം കുറച്ചുനാൾ തുടരുമെന്നും മടുക്കുമ്പോൾ നിർത്തിക്കോളുമെന്നും റാപ്പ് ഗായകൻ വേടൻ. 4 വർഷം മുൻപുള്ള പാട്ടിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇത്. ആ വിശ്വാസത്തിലാണ് പാട്ട് ചെയ്തതെന്നും വേടൻ പറഞ്ഞു. എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ പോലും വ്യക്തിപരമായി വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയുടെ പിന്തുണയുടെ കാരണം അറിയില്ലെന്നും വേടൻ പറഞ്ഞു. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി കോടനാട് റേഞ്ച് ഓഫീസിൽ എത്തിയതായിരുന്നു വേടൻ. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ശരീരത്തിലൂടെ ബസ് കയറി 56-കാരിക്ക് ദാരുണാന്ത്യം. മണ്ണാർക്കാട് എംപ്ലോയ്മെന്റ് ഓഫീസറായ പത്തിരിപ്പാല മണ്ണൂർ സ്വദേശിനി പ്രസന്നകുമാരിയാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന വഴി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം. റോഡ് മുറിച്ചു കടന്നു വരുന്നതിനിടെ ബസിന്റെ ഡോർ ദേഹത്ത് തട്ടി റോഡിൽ വീഴുകയും ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു ദാരുണ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം തുമ്പ തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ അനുകുമാരി IAS എന്നിവർ തീരം സന്ദർശിച്ചു. പുറം കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകൾ കണ്ടെത്താനായുള്ള സോണാർ സംവിധാനം ഇന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്തെ കടൽ തീരങ്ങളിലും കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും അടിഞ്ഞത്. തുമ്പയിലടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ
തീരത്തടിഞ്ഞത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണെന്നും മനുഷ്യന് ആപത്തുണ്ടാക്കുന്നതല്ലെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ ഡോക്ടർ എ ശശികുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. പോളിയെത്തിലിൻ ഗ്രാനുൾസ് ആണിത്. ഇത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് വേണ്ടിയിട്ടും അതിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊരു നോൺ ടോക്സിക് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോൺ ടോക്സിക് ആണ്. അതുപോലെ ഹസാഡസും അല്ല. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ അനുകുമാരി IAS എന്നിവർ നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്ലാസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഈ പോളിയത്തിൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചെറിയ നർഡിൽസ് ഇങ്ങനെ വന്നു ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തീരത്താകെയുള്ളത്. അത് സ്ഥായിയായി ഇവിടെ കിടക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നും വീണ്ടും കടലിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് പരമാവധി അത് മാറ്റാൻ കഴിയുന്ന വിധത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തയ്യാറാക്കുന്നത്. മലിനീകരണം ഉണ്ടാകുമെന്നതിനാൽ ഈ പ്ലാസ്റ്റിക് തരികൾ കടൽ തീരത്തു നിന്നും നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. കോർപ്പറേഷന്റെ 91 ജീവനക്കാരാണ് പെർമനന്റ് ജീവനക്കാരും അതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങളുമാണ് സൗത്ത് തുമ്പയിൽ ചെയ്യുന്നത്. തീരത്തടിഞ്ഞ വസ്തുക്കൾ ആശങ്കയുണ്ടാക്കിയെങ്കിലും കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളികളും. കോവിഡ് കാലത്ത് വരെ ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ വന്ന സാധനങ്ങൾ മാറ്റാൻ ഒരു ഭയവും ഇല്ലാതെ തന്നെ ഞങ്ങൾ വന്ന് മാറ്റിയാണ് ഞങ്ങളിവിടെ ഇട്ടിരിക്കുന്നത്. ഇനി ബാക്കി തീരത്ത് അടിഞ്ഞു കിടക്കുന്ന ഈ വിതറി കിടക്കുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ വാരി ചാക്കിലാക്കിയാണ്. അതിന് ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റാൻ പറ്റും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. IPL ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ഒന്നാം ക്വാളിഫയറിൽ ആദ്യ 2 സ്ഥാനക്കാരായ പഞ്ചാബും ബംഗളൂരും നേർക്കുനേരെ എത്തുകയാണ്. മലൻപുരിയിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ജയിക്കുന്ന ടീം ഫൈനലിലേക്ക് കടക്കും. തോൽക്കുന്ന ടീം ക്വാളിഫയർ റൗണ്ടിൽ കളിക്കേണ്ടി വരും. 14 മത്സരങ്ങളിൽ നിന്ന് 9 ജയവും 4 തോൽവിയും വഴങ്ങിയാണ് പഞ്ചാബ് കിങ്സ് ക്വാളിഫയറിലെത്തിയിരിക്കുന്നത്. സമാന സ്കോറിൽ തന്നെയാണ് ബംഗളൂരുവിൻ്റെയും പ്രവേശനം. വാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.